ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ ജീവന തുല്യം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരൻസിനെയും അവൾ സ്നേഹിക്കാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ പേരൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അവരുടെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതേപോലെ തന്നെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ആശ്വസിപ്പിക്കലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരൻസിനെയും സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ കെയർ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കാൻ തുടങ്ങി എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അവളുടെ സീക്രട്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അവളുടെ ലൈഫിലുള്ള ഇതുവരെ വേറെ ആരോടും പറയാത്ത രഹസ്യങ്ങൾ നിങ്ങളോട് മാത്രമായിട്ട് ആ ഒരു പെൺകുട്ടി ഷെയർ ചെയ്യും. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും, ഈ രഹസ്യം ഇതിനു മുമ്പ് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി വേറെ ആരോടും ഞാനിത് പറയുകയില്ല, നീ ആയിട്ട് ഇത് വേറെ ആരോടും പറയരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി അവളുടെ ലൈഫിലുള്ള ആ ഒരു രഹസ്യം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഷെയറിംഗ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിലുള്ള നല്ലതും ചീത്തയും തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഇന്ന് വരെ അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതേപോലെ തന്നെ അവൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇതൊക്കെ നിങ്ങളോട് പറയും. ഇപ്പോൾ എത്ര മോശപ്പെട്ട ഒരു കാര്യമാണെങ്കിലും നിങ്ങളോട് മാത്രം ആ ഒരു പെൺകുട്ടി ഇതൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഓപ്പൺ ഷെയറിങ് നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഒരു പെൺകുട്ടി അവളുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് മാത്രമാണ് ഷെയർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടി വന്നിട്ട് അവളുടെ ദുഃഖങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് ഒന്ന് മാറിയാൽ അത് അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് ആ കാര്യം മനസ്സിലാകും. എന്നിട്ട് അവൾ തന്നെ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്താണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്, ഇന്നൊരു സന്തോഷമില്ലല്ലോ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ സൗണ്ടൊക്കെ മാറി അല്ലെങ്കിൽ നിങ്ങൾ വിഷമത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് എന്ന് നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അവൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഡെയിലി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതായത് അവൾ എത്ര തിരക്കിലാണെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളോട് ഡെയിലി അവൾ സംസാരിച്ചിരിക്കും. എങ്ങോട്ടെങ്കിലും ഇപ്പോൾ അവൾ പോകുകയാണ്, അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കും പോകുക. അതായത് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് ബീച്ചിൽ പോകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോകുകയാണ് തുടങ്ങി എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് ആ ഒരു പെൺകുട്ടി പറയും. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഡെയിലി ആ ഒരു പെൺകുട്ടി മെയിൻറ്റെയിൻ ചെയ്യും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുമായിട്ട് കണ്ടിന്യൂസ്ലി
എന്നും തുടർച്ചയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അവൾ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും സ്വയം ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.